ഒരു യുദ്ധത്തിനൊരുങ്ങുകയാണോ ഇന്ത്യ? ആയിരിക്കണം. കാരണം സൂക്ഷ്മമായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സംഭവം ഇന്നലെ രാത്രി നടന്നു. നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ഇതുവരെ കാണുന്നില്ല. ഇന്ത്യയുടെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലസ്റ്റിക് മിസൈൽ റേഞ്ചിലുള്ള ആണവായുധം വഹിക്കാൻ കഴിയുന്ന തന്ത്രപ്രധാനമായ ഒരു മിസൈലാണ് അഗ്നി 4. ഇന്നലെ അത് ചന്ദിപ്പൂർ ഒഡീഷയിലെ ടെസ്റ്റിംഗ് പാഡിൽ നിന്ന് വിക്ഷേപിച്ചു. വിജയകരമായിരുന്നു. അഗ്നി 4 നമ്മുടെ ആണവ ശേഷിയുള്ള, നമ്മുടെ ഏറ്റവും പ്രഹരശേഷി കൂടിയ മിസൈലുകളിലൊന്നാണ്. 4000 കിലോമീറ്റർ സഞ്ചരിക്കും. ടാർഗറ്റ് നോക്കി, ടാർഗറ്റ് മൂവ് ചെയ്താലും അതിനെ പിന്തുടർന്ന് എന്ന് നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലാണ് അഗ്നി 4 എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ അത്ര കാര്യമായിട്ടൊന്നും നമുക്കറിയില്ല. പറഞ്ഞു കേൾക്കുന്ന വിവരണങ്ങളിലൊന്നും അങ്ങനെയുമുണ്ട്. പക്ഷേ വളരെ കൃത്യതയുള്ളതാണ്. 1000 കിലോഗ്രാം ആണവായുധം വഹിക്കാൻ പറ്റും. 1000 കിലോഗ്രാം. അതായത് 4000 കിലോമീറ്റർ എന്ന് പറയുന്നത് ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ കാശ്മീരിൽ നിന്നാവട്ടെ ഈ മിസൈൽ വിക്ഷേപിച്ചാൽ മുഴുവൻ പാകിസ്ഥാൻ, മുഴുവൻ ബംഗ്ലാദേശ്, മുഴുവൻ ചൈന അഗ്നി 4ൻ്റെ പരിധിക്കുള്ളിലാണ്. ചൈനയിലെ ഏത് പട്ടണവും, പാകിസ്ഥാനിലെ ഏത് പട്ടണവും, ബംഗ്ലാദേശിലെ ഏത് പട്ടണവും നമുക്ക് കത്തിച്ച് കളയാൻ പറ്റും അഗ്നി 4ൻ്റെ പ്രഹരശേഷി കൊണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. 2012 നമ്മൾ ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്ക് ഇതിന് 3000 കിലോമീറ്റർ ആയിരുന്നു റേഞ്ച്. അതിപ്പോൾ 4000 കിലോമീറ്ററിലേക്ക് അഗ്നി വികസിപ്പിച്ചെടുത്തു. അതിൻ്റെ പരീക്ഷണം വിജയകരമായി നടന്നു. മാത്രമല്ല, ഈ പരീക്ഷണം നടത്തിയെന്ന് അറിയിപ്പ് തന്നിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു ഏജൻസിയുണ്ട്, ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി, NCA എന്ന് പറയുന്ന നമ്മുടെ ആണവായുധ കമാൻഡ്. അറിയാലോ, ഒരു രാജ്യത്തിൻ്റെ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റാണ്, അമേരിക്കൻ പ്രസിഡൻ്റെ പക്കലാണ് ആണവായുധത്തിന് ഉത്തരവിടാൻ വെക്കുന്ന ആ സീക്രട്ട് കോഡുള്ളത്. അദ്ദേഹം അത് പ്രസ് ചെയ്താൽ, അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ അത് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്താൽ മാത്രമേ അമേരിക്കയുടെ ആണവായുധങ്ങളുടെ ലോക്ക് മാറത്തുള്ളൂ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഉണ്ട്. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക കമാൻഡാണ്, സൈനിക കമാൻഡ് എന്ന് പറയുന്നവർ. നമുക്ക് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി ഉണ്ട്, NCA എന്ന് പറയുന്ന ഏജൻസിയാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അർത്ഥം എന്ന് പറയുന്ന അഗ്നി 4 വെറും ഒരു പരീക്ഷണമല്ല നടത്തിയത്. അത് NCA പറയാണ്, അതെ ഈ പരീക്ഷണം നടത്തി എന്നാര് പറയുന്നു? ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആ കമാൻഡിൻ്റെ പക്കൽ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അതായത് നമ്മുടെ ആണവായുധ ശേഖരത്തിൻ്റെ ഭാഗമായി അഗ്നിയെ മാറ്റിയിരിക്കുന്നു. അല്ലെ പിന്നെ പറയാം, അല്ലെ DRDO, നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമാണ് DRDO പറഞ്ഞാൽ മതി, ഞങ്ങൾ വികസിപ്പിച്ചു, പരീക്ഷിച്ചു. പക്ഷെ പറയുന്നതല്ല, നാഷണൽ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയാണ് പറയുന്നത് അഗ്നി നമ്മൾ പരീക്ഷിച്ചു, വിജയകരമായിരുന്നു എന്നുള്ളത്. അത് പറയുന്ന സാഹചര്യം വളരെ സവിശേഷമാണ്. രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചിട്ട് പറഞ്ഞു, ഇത്തരം ആയുധങ്ങൾ വളരെ തന്ത്രപ്രധാനമാണ്, നമ്മുടെ സൈന്യം സജ്ജമായിരിക്കണം എന്ന് പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്തു. അപ്പോൾ അത് വെറുതെ അല്ലല്ലോ, ഈ സാധനമൊക്കെ കയ്യിലുണ്ട്, പിന്നെ സജ്ജമായിരിക്കാൻ ഇത് കിട്ടുമ്പോഴേ സജ്ജനാണല്ലോ. നമ്മുടെ സേന സജ്ജമായിരിക്കണം എന്ന് പ്രതിരോധ മന്ത്രി പറയുന്നത് സേനയോട് മാത്രമല്ല, സേനയ്ക്കറിയാം അവരെപ്പോഴും സജ്ജരായിരിക്കണ്ടോ. കാരണം പട്ടാളക്കാർ ബാരക്ക് കിടന്ന് ഉറങ്ങുമല്ലോ. അവരെല്ലാ ദിവസവും അവരുടെ ജോലി ചെയ്യുകയും അവരുടെ ആക്ടിവിറ്റീസുകളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരോട് സജ്ജരായിരിക്കാൻ പ്രതിരോധ മന്ത്രി പറയുന്നത് വേറെ ചില ആളുകളെ കേൾപ്പിക്കാൻ കൂടിയാണ്, അല്ലേ? ഒരു കാര്യമില്ലാതായിരിക്കും ആയിരിക്കില്ല. ഞങ്ങൾ സജ്ജരാവാൻ പറഞ്ഞിട്ടുണ്ടോ? പാകിസ്ഥാനൊന്ന് നോക്കിക്കോ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് നോക്കിക്കോ, ചൈന വേണേ ഒന്ന് അറിഞ്ഞോ, വി ആർ റെഡി വിത്ത് അഗ്നി 4 എന്ന് പറഞ്ഞാൽ വെറും ഒരു മിസൈലല്ല, അത് 1000 കിലോ ആണവായുധം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാണ്ടാവും. അതെ, ആദ്യം ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ വീണതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ തന്ത്രപ്രധാനമായ ഒരു മെസ്സേജ്. ഇന്ത്യ എന്തിനോ തയ്യാറെടുക്കുന്നു. ഇന്ത്യക്ക് തയ്യാറെടുക്കാതെ പറ്റില്ല. കാരണം ശ്രീലങ്കയിൽ വന്നിട്ട് ചൈന ആധിപത്യം ഉറപ്പിക്കുന്നു. ബംഗ്ലാദേശിൽ ചൈനയുടെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ. ഇപ്പോൾ ചൈനീസ് ആയുധങ്ങൾ കൊടുത്ത് ചൈനയുടെ ഡ്രോൺ ഉപയോഗിച്ച് മണിപ്പൂരിൽ ആക്രമണം നടക്കുന്നു. ബംഗ്ലാദേശിൽ അട്ടിമറി നടക്കുന്നു. ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരായ നിലപാടെടുക്കുന്നു. അവിടെ
അതിനിടയ്ക്ക് അമേരിക്കയുടെ താല്പര്യങ്ങൾ വരുന്നു. അങ്ങനെ നമ്മുടെ ചുറ്റും രാജ്യത്തിനെതിരായുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് നേരെ ചില നീക്കങ്ങൾ നമുക്ക് പോലും അറിയാം. ഇന്ത്യക്കെതിരായി എന്തൊക്കെയോ എവിടേക്കോ ചില ആലോചനകൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ പൊതുവിലുണ്ട്. ഗൂഢമായൊരു നീക്കമുണ്ടെന്ന് അത്യാവശ്യം വാർത്തകളും ദേശീയ വാർത്തകളും അന്താരാഷ്ട്ര വാർത്തകളും ഒക്കെ നമ്മുടെ സമീപ രാജ്യങ്ങളിലെ നീക്കങ്ങളുമൊക്കെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് തോന്നും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് അതിലേറെ കാര്യങ്ങൾ അറിയാം. അതെ. അപ്പോൾ അസ്വാഭാവികമായി നമുക്ക് ചുറ്റും ഉരുണ്ടുകൂടുന്ന സാഹചര്യങ്ങളെ കൂടെ കണ്ടിട്ടാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് നമ്മൾ തയ്യാറായിരിക്കണം, സൈന്യം തയ്യാറായിരിക്കണം. സംബഡി ഈസ് കമ്മിങ്, സംതിങ് ഈസ് കമ്മിങ്, അല്ലേ? എന്തോ വരുന്നുണ്ട്, എന്തോ വരുന്നു. എന്താണെന്നും ഏതാണെന്നും ആരാണെന്നും എന്തിനാണെന്നും എപ്പോൾ വരുമെന്നും നമുക്കറിയാം. നമ്മൾ സജ്ജരായിരിക്കണം. പക്ഷേ വി ആർ റെഡി എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ഇന്ത്യ മാറുന്നു. അതായത് മുമ്പൊരിക്കൽ ഇന്ത്യയുടെ ആണവായുധങ്ങൾ സമാധാനത്തിന് വേണ്ടിയുള്ള ആണവായുധങ്ങളാണ് എന്നാണ് നമ്മുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ടായിരുന്നു. നമ്മളായിട്ട് ആക്രമിക്കത്തില്ല, ആദ്യം ആണവായുധം നമ്മൾ പ്രയോഗിക്കത്തില്ല എന്നാണ് പണ്ടൊരു തിയറി ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ ആണവായുധങ്ങൾക്ക് ബുദ്ധൻ ജനിക്കുന്നു എന്നൊക്കെയാണ് പേരിട്ടത്. സമാധാനത്തിൻ്റെ ദേവനാണ് ബുദ്ധനായിട്ട് കാണുന്നത്. അതുകൊണ്ട് ബുദ്ധൻ ജനിക്കുന്നു പറഞ്ഞാൽ അത് ശാന്തിയുടെ വെളിപ്പെടുത്തലാണ്. പക്ഷേ അങ്ങനെയല്ല, ആണവായുധം കയ്യിലിരിക്കുന്നത് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടിക്കാനാണ്. ഇപ്പോൾ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിലോ. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ വന്നതിന് ശേഷം ആ നയം നമ്മളൊന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട്. വേണ്ടി വന്നാൽ ആദ്യം പ്രയോഗിക്കാനും ഇന്ത്യ മടിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ നയം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി, ഇപ്പോൾ ജമ്മു കാശ്മീർ ഇലക്ഷൻ വളരെ തന്ത്രപ്രധാനമാണ്. കാശ്മീരിനെ 370 ആർട്ടിക്കിൾ 34 ഇത് രണ്ടും എടുത്ത് നമ്മൾ സ്ക്രാപ്പ് ചെയ്തു, എടുത്ത് കളഞ്ഞു. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞു. കാശ്മീർ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളെയും പോലെ തന്നെയാണ്, ഒരു കൊമ്പും കാശ്മീരിനില്ല, കാശ്മീർ ഒരു തർക്കപ്രദേശവുമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ പ്രഖ്യാപിതമായ നിലപാടാണ് 370 റദ്ദാക്കിയതിലൂടെ നമ്മൾ കാണിച്ചത്. അതോടുകൂടി പാകിസ്ഥാൻ വല്ലാതെ അസ്വസ്ഥമായി അവിടെ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ നോക്കി. മാത്രമല്ല അതിനുശേഷം ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ബില്ല് കൊണ്ടുവന്നപ്പോൾ നമ്മൾ POK, പാക് അധിനിവേശ കാശ്മീർ, അതായത് യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ കയ്യിലായി പോയ കാശ്മീർ, അതും നമ്മുടേതാണ്. അവിടുത്തെ ജമ്മു കാശ്മീർ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ഒക്ടോബർ 18 മുതൽ സെപ്റ്റംബർ 1 വരെ, സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 1 വരെയുള്ള കാലയളവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാശ്മീർ അസംബ്ലിയിൽ നമ്മൾ POKയ്ക്ക് വേണ്ടിയാണ് സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടേതാണ്. അപ്പോൾ ഈ ഇലക്ഷൻ എങ്ങനെയും നടത്താതിരിക്കാൻ, കാശ്മീർ ഇലക്ഷനെ അസ്ഥിരപ്പെടുത്താൻ എന്തും ചെയ്യും. ഇപ്പം തന്നെ നോക്കൂ, മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഒരു വളരെ വിനാശകരമായ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട്. എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. രക്ഷിച്ചെടുത്തതിന് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണത്തിന് പാകിസ്ഥാന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെൻറ്റിനെ പാകിസ്ഥാന് വേണ്ടി ആക്രമിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്ത ബുദ്ധി കേന്ദ്രമായതുകൊണ്ടാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന് അത് കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ വിചാരണ നടത്തി നിയമാനുസൃതമാണ് തൂക്കിക്കൊന്നത്. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ അയാളുടെ ബോഡി എവിടെയാണെന്ന് ബോഡി വിട്ടുകൊടുത്തില്ല. കാരണം അത് കൊടുത്താൽ പിന്നെ അതിനു വേണ്ടി സ്മാരകമൊക്കെ ഉണ്ടാക്കി അവിടെ വലിയ പ്രാർത്ഥനയൊക്കെ നടക്കും. ഇപ്പോൾ അയാൾ ചത്തു കഴിഞ്ഞിട്ട് ഈ ഒമർ അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളോട് ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്ന നിലപാടുകൾ ആരെടുക്കുന്നു? ചില കാശ്മീരിലെ നേതാക്കൾ എടുക്കുന്നു. മാത്രമല്ല പാകിസ്ഥാന് അനുകൂലമായ 370-നെതിരായ പാകിസ്ഥാന് പ്രത്യേക നിയമം വേണം, കാശ്മീരിന് പ്രത്യേക നിയമം വേണം, കാശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ വേണം, കാശ്മീരികൾ ഇന്ത്യക്കാരിൽ നിന്ന് വ്യത്യസ്തരാണെന്നൊക്കെ പറയുന്ന ആശയമുള്ള ആളുകൾ കോൺഗ്രസുമായി ചേർന്ന് മുന്നണിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഈ 370 റദ്ദാക്കിയതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നാൽ പാകിസ്ഥാന് സഹിക്കാൻ പറ്റാത്തില്ല. അപ്പോൾ പാകിസ്ഥാൻ സമ്പൂർണ്ണമായി പരാജയപ്പെടുകയാണ്. 370-ാം വകുപ്പ് റദ്ദാക്കി ആർട്ടിക്കിൾ 370, അനുച്ഛേദം 370, വകുപ്പെന്ന് പറയാൻ പാടില്ല, ഭരണഘടനയ്ക്ക് വകുപ്പല്ല ഉള്ളത്, അനുച്ഛേദമാണ്. അനുച്ഛേദം 370 റദ്ദാക്കിയത് വഴി പാകിസ്ഥാൻ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന വാദം പൂർണ്ണമായി തള്ളി. അവരുടെ അവകാശവാദം തിരസ്കരിച്ച് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് പോലെയുമാണ് കാശ്മീർ എന്നാണ് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അവിടെ വീണ്ടും ഒരു സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഇനി പാകിസ്ഥാന് ഇതിനു വേണ്ടി ഒരു മുറവിളി ഉയർത്താൻ പറ്റില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ത് സാഹസവും ചെയ്തേക്കാം. ഒരുപക്ഷേ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഒരു അരക്ഷിതാവസ്ഥ മുതലെടുത്ത്
ബംഗ്ലാദേശിന് ആയുധം കൊടുത്ത്, ബംഗ്ലാദേശിലെ തീവ്രവാദികൾക്ക് ആയുധം കൊടുത്ത് ഇന്ത്യക്കെതിരെ ആക്രമണം ഉണ്ടായാലും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വളരെ സങ്കീർണമായ തരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോഴാണ് ഇന്ത്യ അഗ്നി 4 പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതിലൂടെ മാത്രമല്ല തയ്യാറായിരിക്കാൻ നമ്മുടെ സൈന്യത്തിന് പ്രതിരോധ മന്ത്രി നിർദ്ദേശവും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അഗ്നി 4 ഈ ഏറ്റവും ക്രൂഷ്യലായ സമയത്ത് വിക്ഷേപിക്കുക വഴി ചൈനയ്ക്ക്, പാകിസ്ഥാന്, വേണമെങ്കിൽ ശ്രീലങ്കയ്ക്ക് എല്ലാവർക്കും കൃത്യമായ മുന്നറിയിപ്പാണ്. കത്തിച്ച് കളയും എന്ന് പറഞ്ഞതിൻ്റെ ഒരു അടയാളം കൂടിയായിട്ട് വേണം അഗ്നി 4നെ നമ്മൾ പരീക്ഷിക്കുകയും സാധാരണമാകും വിധം ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി അത് സ്ഥിരീകരിക്കുകയും ചെയ്തത് എന്ന് വേണം കരുതാൻ. അപ്പോൾ നമുക്ക് ഈ അങ്ങനെ ഭയപ്പാടൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ചൈനയുടെ കയ്യിൽ വലിയ സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിനേക്കാളും വലിയ സാധനമുണ്ട്. ചൈനയിലെ ഒരു നഗരവും അഗ്നി 4ൻ്റെ പരിധിക്കകത്തല്ലാത്തതായിട്ടില്ല. പാകിസ്ഥാൻ സമ്പൂർണ്ണമായും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബംഗ്ലാദേശിൻ്റെ കാര്യം പറയാനുമില്ല. നമ്മൾ ത്രിപുരയിലൊന്നും മഴ പെയ്താൽ 8 ജില്ല മുങ്ങിപ്പോയി. അപ്പോൾ ഡാം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഒഴുകി അറബിക്കടലിൽ ചേരും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ അഗ്നി 4 നമ്മൾ വിക്ഷേപിച്ചു എന്നുള്ളത്, ആ പരീക്ഷണം വിജയകരമായി എന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാൻ പതിവ് പറയുകയാണ്, മലയാളത്തിലെ മാധ്യമങ്ങളിൽ ഇപ്പോഴും വാർത്ത ആയിട്ടില്ല. അതുകൊണ്ട് മലയാളത്തിൽ ഇത് നമ്മൾ പ്രേക്ഷകരോട് ABC മലയാളം പറയുന്നു, നമ്മൾ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. നമ്മൾ ആരോടും മല്ലിടാനുള്ള ശേഷി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ തയ്യാറാണ് എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. എന്തോ എവിടെയോ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.